സാമ്പത്തിക രംഗത്ത് രാജ്യം കുതിക്കുകയാണെന്ന അവകാശവാദവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ദൂർ 100% വിജയം കണ്ടു. ഇന്ത്യയുടെ സൈനിക ശക്തിയും തെളിയിക്കപ്പെട്ടു. ഇന്ത്യയുടെ സൈനിക ശക്തി ലോകം മുഴുവൻ കണ്ടുവെന്നും നരേന്ദ്രമോദി അവകാശപ്പെട്ടു. भारत की सैन्य शक्ति का भारत के सैन्य के सामर्थ्य का रूप देखा है। ऑपरेशन सिंदूर में भारत की सेना ने जो लक्ष्य निर्धारित किया था 100% अचीव किया। आतंकियों के आकाओं के घर में जाकर के ऑपरेशन सिंदूर के तहत उसको जमीन दोज कर दिया गया। വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സിബി ജോസഫ് തന്നെ ചേരുകയാണ്. സിബി, പ്രധാനമന്ത്രി പറഞ്ഞത് ആരോഗ്യകരമായ ചർച്ചകൾക്ക് വർഷകാല സമ്മേളനം ഇടവരുത്തുമെന്നാണ്. അനാരോഗ്യകരമായ കാര്യങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് പ്രതിപക്ഷത്തെ കൊണ്ട് ആരോഗ്യകരമായ ചർച്ചകൾ നടത്തുക? മുൻകാല അനുഭവങ്ങളുണ്ട്. കൃത്യമായി കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ പാർലമെന്റ് തന്നെ സ്തംഭിപ്പിക്കുകയും എംപിമാരെ സസ്പെൻഡ് ചെയ്തതുമൊക്കെ മുൻകാല സമ്മേളനങ്ങളിൽ കണ്ടതാണ്. ഇവിടെയാണ് വീണ്ടും മോദി എന്ന് പറയുന്നത് ആരോഗ്യകരമായ ചർച്ചകൾ നടക്കട്ടെ എന്നർത്ഥത്തിൽ. ആരോഗ്യകരമായ ചർച്ചകൾ നടക്കണമെങ്കിൽ കൃത്യമായ മറുപടി, പ്രതിപക്ഷത്തിന് എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നരേന്ദ്രമോദിക്കുണ്ടാകണം, കേന്ദ്ര സർക്കാരിനുണ്ടാകണം. തീർച്ചയായും എല്ലാ ഈ പാർലമെന്റ് സമ്മേളനത്തിനും മുന്നോടിയായി നരേന്ദ്രമോദി പ്രസംഗിക്കുന്ന അതേ വിഷയങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം എല്ലാം ശുഭമായി പോകുന്നു, രാജ്യത്ത് ഒരു പ്രശ്നവുമില്ല, എല്ലാ കാര്യങ്ങളിലും ശുഭമായി പോകുന്ന രീതിയിലുള്ള പ്രതീതി അദ്ദേഹം ഇപ്പോഴും പാർലമെന്റ് സെഷന് മുൻപായി ഇത്തരത്തിൽ പറയാറുണ്ട്. അത് തന്നെ അദ്ദേഹം ഇപ്പോഴും ആവർത്തിക്കുന്നു. ഇതിൽ പുതുമയില്ല എന്ന് പറയേണ്ടി വരും. കാരണം ഡിജിറ്റൽ വിപ്ലവം ലോകത്തിന് മാതൃകയാണെന്നും ലോകം മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാണെന്നും വിലക്കയറ്റം നിയന്ത്രിച്ചു, നാണയപ്പെരുപ്പം നിയന്ത്രിച്ചു അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെയും അദ്ദേഹം എല്ലാ സമ്മേളനത്തിലും പറയുന്നതാണ്. പക്ഷേ ഇത്തവണ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഈ പഹൽഗാം വിഷയം തന്നെയാണ്. ഇതിൽ ആരോഗ്യകരമായ ചർച്ചകൾ ഉണ്ടാകുമെന്ന കാര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് അദ്ദേഹം പ്രതിപക്ഷ എംപിമാരുടെ വലിയ സഹകരണമുണ്ടായി. വിദേശ യാത്രയിൽ പോയ പ്രതിപക്ഷ എംപിമാരെല്ലാം തന്നെ ഒറ്റക്കെട്ടായി നിന്നു. ആ ഒരു പഹൽഗാം സമയത്തെല്ലാം തന്നെയും എല്ലാ പ്രതിപക്ഷവും അവർ ഒറ്റക്കെട്ടായി രാജ്യത്തിനൊപ്പം നിന്നു. ശരി, സിബി ജോസഫാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി പഹൽഗാമിലുള്ള സുരക്ഷാ വീഴ്ച, അതോടൊപ്പം തന്നെ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കും. വളരെ കൃത്യമായി തന്നെ നിലപാട് ഇക്കാര്യത്തിൽ പ്രതിപക്ഷം എടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ എംപിമാർ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുകയും ചെയ്തു. വിവരങ്ങളാണ് സിബി ജോസഫ് ദില്ലിയിൽ നിന്ന് നൽകിയത്.